ഇന്ന് നമുക്ക് ഒരു കോഴി വറുത്തരച്ചത് ഉണ്ടാക്കാം. ചിക്കൻ ഉണ്ടാക്കുന്നതിനായിട്ട് കുറച്ച് വറ്റൽമുളകും മല്ലിയും ഒരു കഷ്ണം മഞ്ഞളും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്കത് അരച്ചെടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയും ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരമുറി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് നന്നായി വറുത്തെടുക്കാം. തേങ്ങ ഏകദേശം മൂത്ത് വരാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പെരിഞ്ജീരകം, പട്ട, ഏലക്ക, പത്രി അത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുരുമുളകും ചേർത്ത് നന്നായി ഇളക്കി നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് വാങ്ങാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി, തേങ്ങാക്കൊത്ത, കറിവേപ്പില, ചുവന്നുള്ളി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ബാക്കി അരച്ച വെള്ളം കൂടെ ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വറുത്തര ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും തേങ്ങാക്കൊത്തും കൂടി വറുത്ത് ചേർക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പിലയും ചുവന്നുള്ളി വറ്റൽമുളകും നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കോഴി വറുത്തരച്ചത് നമ്മൾ സാധാരണ പിടിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ലതാണ്. പിടിയുടെ കൂടെ കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമുക്കിന്ന് പിടിയുടെ കൂടെ കഴിക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.